റഷ്യ ഉക്രൈൻ യുദ്ധം അന്ത്യമില്ലാതെ തുടരുന്നതിനിടെ പുടിന്റെ നിലപാട് പുറത്തുവരികയാണ്. യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഉക്രൈന് തിടുക്കമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു. യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഉക്രൈന് താൽപര്യമില്ലെങ്കിൽ പ്രത്യേക സൈനിക നടപടിയുടെ എല്ലാ ലക്ഷ്യങ്ങളും റഷ്യ നേടിയെടുക്കുമെന്ന് വാർത്താ ഏജൻസിയായ ടാസിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് പുടിന്റെ പ്രസ്താവന. അതിനിടെ ഉക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിൽ 47 വയസ്സുള്ള ഒരു വനിത കൊല്ലപ്പെട്ടു. 2 കുട്ടികളടക്കം 22 പേർക്ക് പരിക്കേറ്റു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉക്രൈൻ US ചർച്ച നടക്കാനിരിക്കെയാണ് റഷ്യയുടെ ആക്രമണം. ശനിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ കീവിൽ മണിക്കൂറുകളോളം സ്ഫോടനങ്ങൾ നടന്നു. 500-ലേറെ ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. വൈദ്യുതി നിലയങ്ങൾ തകർത്തതിനാൽ പല ജില്ലകളും ഇരുട്ടിലായി. കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ സെലൻസ്കി പുറപ്പെട്ടതിന് പിന്നാലെയാണ് റഷ്യയുടെ ആക്രമണം ഉണ്ടായത്. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് താൽപര്യമില്ല എന്നതിന് തെളിവാണ് പുതിയ ആക്രമണമെന്ന് സെലൻസ്കി ആരോപിച്ചു. ഉക്രൈനിലെ പ്രത്യേക സൈനിക നടപടി 3 വർഷത്തോടടുക്കുമ്പോൾ ഉപരോധങ്ങളെയും പാശ്ചാത്യ വെല്ലുവിളികളെയും അതിജീവിച്ച് റഷ്യ തങ്ങളുടെ ആയുധ നിർമ്മാണ ശേഷി റെക്കോർഡ് വേഗതയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രതിരോധ ഉൽപാദനത്തിൽ 2022 ശേഷം രാജ്യം കൈവരിച്ച ഈ വൻ കുതിച്ചുചാട്ടം ആഗോള സൈനിക വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം ഈ മാറ്റത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു.